ring their alarms at regular intervals of 20 minutes, 25 minutes, and 30 minutes, respectively. If they first beep together at 12 noon, at what time will they beep again for the first time? ഈ ചോദ്യത്തിൽ 20 മിനിറ്റിന് ശേഷം അലാറം ശബ്ദിക്കുന്ന ഒരു ക്ലോക്ക്, 30 മിനിറ്റ്സിന് ശേഷം അലാറം ശബ്ദിക്കുന്ന മറ്റൊരു ക്ലോക്ക്, 25 മിനിറ്റിന് ശേഷം അലാറം ശബ്ദിക്കുന്ന മറ്റൊരു ക്ലോക്ക്. ഈ 3 ക്ലോക്കുകളും ഒരേ സമയത്ത് എപ്പോഴാണ് അലാറം അടിക്കുക? ഇതാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ കാണുന്നത് ഇതിൻ്റെ LCM കണ്ടുപിടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ 20 മിനിറ്റ്സിന് ശേഷം അലാറം അടിക്കുന്ന ക്ലോക്കും 30 മിനിറ്റ്സിന് ശേഷം അലാറം അടിക്കുന്ന ക്ലോക്കും 25 മിനിറ്റ്സിന് ശേഷം അലാറം അടിക്കുന്ന ക്ലോക്കും എപ്പോഴാണ് ഒരേ സമയത്ത് പിന്നീട് അലാറം അടിക്കുക? ഇതാണ് ചോദ്യം. ഉച്ചക്ക് നോൺ 12 o'clock മൂന്നും ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് എങ്കിൽ എത്ര മണിക്കാണ് ഇനി ഒരുമിച്ച് ബീപ്പ് എന്ന ശബ്ദം ഉണ്ടാക്കുക? ഇവിടെ ഇതിൻ്റെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് 20, 30, 25 LCM കണ്ടുപിടിക്കുമ്പോൾ ഫാക്ടറൈസേഷൻ 20 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. ഇവിടെ പ്രൈം നമ്പർ വന്നുകൊണ്ട് അവസാനിപ്പിക്കാം. 30യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15, 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. ഇവിടെയും ഫ്രെയിം ഫാക്ടറൈസേഷൻ വന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. നമുക്ക് ഓരോന്നിനെയും മാറ്റി എഴുതാം. 20യുടെ പ്രൈം ഫാക്ടറൈസേഷൻ 2 × 2 × 5 മീൻസ് 2 square × 5. 30യുടെ പ്രൈം ഫാക്ടറൈസേഷൻ 2 × 3 × 5. 25ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ 5 × 5 മീൻസ് 5 square. ദെൻ പ്രൈം ഫാക്ടറൈസേഷൻ മൂലം നമ്മൾ LCM കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ എല്ലാ ഫാക്ടേഴ്സിനെയും സെലക്ട് ചെയ്ത് എഴുതുക എന്നതാണ്. അപ്പോൾ ഇവിടെ ഇതിൽ ഫാക്ടറിൽ ഏറ്റവും വലിയ പവറുള്ളതിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 2 square എന്നതിന് ഏറ്റവും വലിയ പവർ 2 square ആണ്. ഇവിടെ 2 ഉണ്ട് എങ്കിലും ഏറ്റവും വലുത് 2 square ആയതുകൊണ്ട് 2 square സെലക്ട് ചെയ്യുന്നു. 5 ഇവിടെയും 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്, ഇവിടെയും 5 square ഉണ്ട്. പക്ഷേ ഏറ്റവും വലിയ പവർ 5 square ആയതുകൊണ്ട് 5 square സെലക്ട് ചെയ്യുന്നു. അതുപോലെ 3 ഇവിടെ 3 ഇല്ല, ഇവിടെ 3 ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ ഒരു 3 ഉള്ളൂ, അതുകൊണ്ട് 3നെയും സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ 2 square 4, 5 square 25, then 3. 4 × 25 100, 100 × 3 300, then 300 minutes. അതായത് 300 മിനിറ്റുകൾക്ക് ശേഷം മീൻസ് 5 hours, 5 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ 3 അലാറവും ഒപ്പം ഒരേ സമയത്ത് ബെല്ലടിക്കുക. ആൻസർ 300 minutes. അതായത് ഇവിടെ 12 o'clock ഓണാക്കിയ ഈ 3 അലാറങ്ങളും 300 മിനിറ്റ്സിന് ശേഷം മീൻസ് 5 hours ശേഷമായിരിക്കും വീണ്ടും ഒപ്പം ബെല്ലടിക്കുന്നത്. അതായത് ആൻസർ 5 PM. 5 PM ഈസ് ദ കറക്റ്റ് ആൻസർ.